നമ്മുടെ നാട്ടിൽ നിന്നും ഇസ്രയേലുകാർ വിളിച്ചു കൊണ്ടുപോയതാണെന്ന് അവകാശപ്പെട്ട് ആ നാട്ടിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ ആരിഫ് ഹുസൈനും അതുപോലെ ഫസൽ കാരാട്ടും എല്ലാവരും കൂടി അവിടെ നിന്ന് ആ നാടിൻ്റെ മഹത്വപൂർണ്ണമായ ധീരദേശാഭിമാനത്തിൻ്റെ പ്രോജ്വലിക്കുന്ന കഥകളൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സംഗതി ഇസ്രയേലുകാരായ മനുഷ്യർ എന്താ പറഞ്ഞതെന്നറിയാവോ? നമ്മൾ തോറ്റു തൊപ്പിയിട്ടു, ഇറാൻ നമ്മളെ തോൽപ്പിച്ചു, നമ്മുടെ ബീബിയെ ചുരുട്ടിക്കൂട്ടി ഇറാൻ, നമ്മൾ അമ്പയെ പരാജയപ്പെട്ട് പണ്ടാരമടങ്ങി. സംഗതി ഇറാനും അമേരിക്കയും ചേർന്ന് കരാറൊക്കെ ഒപ്പിട്ട് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗംഭീരമായി മുന്നോട്ട് നടക്കുകയും അതിലെ ബാക്കി നടപടിക്രമങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ സാക്ഷാൽ ഇതിന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഇറാൻ തകർന്ന് തവിടുപൊടിയായി ഹോർമിസ് കടലിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നത് സ്വപ്നം കണ്ട നമ്മുടെ നെതന്യാഹു അദ്ദേഹം വല്ലാത്ത ദുഃഖിതനും വല്ലാത്ത സങ്കടപ്പെടുന്ന അവസ്ഥയിലുമാണ്. എന്നിട്ട് ഇറാനെ ചുരുട്ടിയെന്നും ഞങ്ങൾ തകർത്തുവെന്നും ഇനിയും തകർക്കുമെന്നുമൊക്കെ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇസ്രയേലി ജനത അയാളുടെ കഥ വിധി എഴുതി കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അവിടെ കഴിഞ്ഞ ദിവസം ഇറാനുമായുള്ള വാറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പബ്ലിക് സർവേ ഉണ്ടായിരുന്നു. ആ പബ്ലിക് സർവേയിൽ 92.1% ആളുകൾ, അതായത് 10-9 പേരും പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്. ഇസ്രയേലും അമേരിക്കയും അമ്പെ പരാജയപ്പെട്ടു. ഏതാണ്ട് 3644 വ്യത്യസ്തമായ സാമ്പിളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഈ സർവേയുടെ ഭാഗമായി ശേഖരിച്ചത്. ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറൂസലേം അവർ അകം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ചേർന്നാണ് ഇത്തരത്തിലൊരു സർവേ സംഘടിപ്പിച്ചത്. ആ സർവേയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിൻ്റെ കൃത്യമായ വേർഡിങ്സ് ഇങ്ങനെയാണ്: ദ സർവേ ഫൗണ്ട് ദാറ്റ് ഈവൻ among വോട്ടേഴ്സ് ഹു സപ്പോർട്ട് ദ റൈറ്റ് വിംഗ് ബ്ലോക്ക് ലെഡ് ബൈ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു 93.1% ബിലീവ്ഡ് ഇറാൻ ഹാഡ് വൺ. അതായത് കടുത്ത വംശീയതയോടെ നെതന്യാഹുവിനെ പിന്തുണച്ചവർ പോലും ഈ സർവേയിൽ അഭിപ്രായപ്പെട്ടത്, അതിൽ 93% പേരും പറഞ്ഞത് ഈ യുദ്ധം ജയിച്ചത് ഇറാനാണെന്നാണ്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ കടുത്ത ആക്രമണവും പ്രതിരോധവുമൊക്കെ ലോകത്തിന് മുന്നിൽ ഇസ്രയേലിന് നാണം കെടുത്തുകയും അതുപോലെ തന്നെ ഇസ്രയേലിന് പരാജയം സംഭവിക്കുന്ന തരത്തിലേക്ക് ലോകത്തിൻ്റെ വികാരം പോലും എത്തപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഈ നെതന്യാഹു എന്ന് പറയുന്ന ഹൂവിന് യാതൊരു വിധമായ സ്വാധീനവും ഈ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലും ലഭിച്ചില്ലെന്നും സർവേ റിപ്പോർട്ട് പറയുന്നു. എന്നുവെച്ചാൽ അടിയും കൊണ്ടു പുളിയും കുടിച്ചു നിക്കറും കീറി ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടേതെന്ന് സമ്മതിക്കുന്നത് ഇസ്രയേലികളാണ്. വലിയ വമ്പ് പറഞ്ഞ് വീര്യം പറഞ്ഞ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞ് വളരെ ചരിത്രപരമായ ആ സംഗതിയെ കാവ്യാത്മകമായി നേരിടാൻ വേണ്ടി ഇറങ്ങിയെങ്കിലും ഒടുവിൽ നിലവിളിക്കുന്ന രണ്ടുപേരെയുമാണ് കണ്ടത്. ഇനി അടുത്ത ഒരു 1/4 നൂറ്റാണ്ടിലേക്ക് ഒരു സന്ദർഭത്തിൽ പോലും ഇറാനെ ഒന്ന് തൊടാനോ ഇറാനെ ആക്രമിക്കാനോ രണ്ട് മുതലാളിമാർക്കും യാതൊരു ചിന്തയും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഇനി ഒരു രാജ്യങ്ങളെയും ആക്രമിക്കാൻ അവർ മുതിരുകയുമില്ല. കാരണം അത്രമേൽ ദയനീയമായിരുന്നു തോൽവിയെന്നാണ് ഇസ്രയേലികൾ തന്നെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർവേ ഫലത്തിന് വലിയ ദേശീയ പ്രാധാന്യം വന്നത്. ഒക്ടോബറിലാണ് തിരഞ്ഞെടുപ്പ്. ഈ സർവേ നടത്തി വികാരം പ്രകടിപ്പിച്ച ആളുകളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പാറ്റേണെങ്കിൽ അതിദയനീയമായി നെതന്യാഹു പരാജയപ്പെടും. നെതന്യാഹു പരാജയപ്പെട്ട് മറ്റൊരാൾ ജയിച്ചാൽ ഇസ്രയേൽ മാറും എന്നൊന്നും വിശ്വസിക്കേണ്ട. കാരണം അവരുടെ അജണ്ട എപ്പോഴും ഈ പറഞ്ഞ മുസ്ലിം വിരുദ്ധതയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അറബ് വിരുദ്ധതയും അവരുടെ മാത്രം കാര്യങ്ങൾ നടത്തുന്ന ഒരു ലോകവുമാണ്. പക്ഷേ അപ്പോഴും നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് വലിയ അഴിമതിയുടെ ഫലമായി ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിയാവും. ഇസ്രയേലി ജനത ഈ സർവേയിലൂടെ പറയുന്നത് ആ സൂചനയാണ്. നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങളൊരു രാജ്യത്തെ പരാജയപ്പെടുത്തി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ് നിങ്ങളെ തോൽപ്പിച്ചത്. അങ്ങനെ തോൽപ്പിച്ചെന്ന് 10 പേരുടെ ഒരു കൂട്ടത്തിൽ 9 പേരും വിശ്വസിക്കുന്നത്രേ. അതാണ് ഇസ്രയേലിലെ ഇപ്പോഴത്തെ ട്രെൻഡ്.